ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ വേൾഡിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് വൺ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ മൈൻഡ് ചെയ്യാത്ത രണ്ട് സാധനങ്ങളാണ് ഈ ഒരു മെലണും അതുപോലെ തന്നെ ഈ ഒരു പംകിനും. അപ്പോൾ ഇവർക്ക് പൊസേ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഫൈൻ, നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടൊരു ഫാം ഉണ്ടാക്കാമെന്ന്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു സ്ഥലം, ഇത് ബിൽഡ് ചെയ്യേണ്ട സ്ഥലം നോക്കി വെച്ചത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഇവിടെ ഫുൾ സ്റ്റോൺ ആയിരുന്നു. ഞാനത് മൊത്തം പൊട്ടിച്ചിട്ട് ഇവിടെ ഫുള്ള് ഡേർട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാനും രസമുണ്ട്, നമുക്കിവിടെ ബിൽഡ് ചെയ്യാനും പറ്റും. ഇവിടെ ആയിട്ടാണ് നമ്മളിത് പണിയുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് സ്പ്രൂസിൻ്റെ ലോഗാണ്. സ്പ്രൂസിൻ്റെ ലോഗ് എടുത്തതിന് ശേഷം നമ്മളിവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് കൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടോ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ വെറുതെ എൻ്റെ മൈൻഡിൽ തോന്നുന്ന രീതിയിലാണ് ഈ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വലിയ രസമൊന്നും കാണാൻ ഇല്ലെങ്കിൽ പോലും എനിക്ക് ഞാൻ എൻ്റെ മൈൻഡിന് തോന്നിയ പോലെ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആ ഒരു സന്തോഷം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചുമ്മാതെ കുറേ സ്പ്രൂസിൻ്റെ ലോഗ് എടുത്തിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പുറത്ത് നമ്മുടെ ആ ഒരു ബാമ്പു അല്ലല്ലോ, ഇത് ഷുഗർ കെയിൻ്റെ ആ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു ലെങ്ത്ത് വെച്ചത്. അപ്പോൾ വെറുതെ അങ്ങ് തുടങ്ങിയതാണ് ഗൈസ്. ഓക്കെ, പക്ഷേ ലാസ്റ്റ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഗൈസ്. ഇത് ബിൽഡായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇത്രയും മാത്രമായിരുന്നു സ്പ്രൂസിൻ്റെ ലോഗ് ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് മാത്രമാണ് എടുത്തത്. അപ്പോൾ പിന്നെ എനിക്കിത് പോയിട്ട് വെട്ടി വേറെ സ്പ്രൂസൊക്കെ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിലിങ്ങിൽ ഈ സ്പ്രൂസിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനമാക്കി. അപ്പോൾ ഞാൻ ഈ കോർണേഴ്സിലൊക്കെ ഉള്ള സ്പ്രൂസിൻ്റെ ലോഗ് മാറ്റിയതിന് ശേഷം അതിന് വരെ ഞാൻ അവിടെ വാള് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡീറ്റെയിലിങ്ങുമാണ്, എന്നാൽ എനിക്ക് ലോഗ് ലാഭവുമാണ്. അപ്പോൾ തട്ടിക്കൂട്ട് സംഭവം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ആ പൊട്ടിച്ചെടുത്ത ലോഗൊക്കെ ഇതേപോലെ ബാക്കി സ്പേസ് ഉള്ളിടത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാം എന്താ പറയുക, ഒരുപാട് അങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയി ഒരുപാട് ഭയങ്കരമായിട്ട് മരം മുറിക്കണം, അതാക്കണം ഇതാക്കണം ആ ഒരു തോട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചിൽ വൈബ് തന്നെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി എന്താ ഫ്രണ്ടിലായിട്ട് ഇതൊരു ഗേറ്റ് പോലെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓക്കിൻ്റെ അല്ല സ്പ്രൂസിൻ്റെ തന്നെ ഈ ഒരു ഫെൻസ് ഗേറ്റാണ് എടുക്കുന്നത്. ദെൻ അത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ക്ലോസ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ആ ഒരു ഭംഗിയുണ്ട്. ദെൻ ഇത്രയും ഭാഗത്ത് ഇനിയും നമുക്ക് ലോഗിൻ്റെ ആവശ്യമുണ്ട് കേസ്. അത് ഞാൻ ഇതുപോലെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേമാതിരി ഞാൻ ഇതിനകത്തുനിന്ന് തന്നെ സെറ്റാക്കി എടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തടിയിൽ കുറച്ച് മറ്റേ ഈ ഒരു ആക്സ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതാക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കളർ കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു സ്പ്രൂസിൻ്റെ ആ ഒരു ലോഗിൻ്റെ കളറിനെക്കാട്ടിലും ഈ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഫാമിങ്ങിൻ്റെ ഇതിന് സംഭവത്തിന് കൂടുതൽ മാച്ച് ചെയ്ത് ഈ ഒരു സംഭവം ഈ ഒരു കളറാണ് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഈ ഒരു കളർ തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചുമ്മാ ചെയ്തതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇത്രയും ഫുള്ള് നമ്മൾ ആ ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉള്ള ഡീറ്റെയിലിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാനിതാ ഈ നടുക്കുന്ന് 2 ബ്ലോക്ക് ഒരു 3 ബ്ലോക്ക് നമ്മളിതാ പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാനിത് ആക്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പിക്കാക്സ് വെച്ചിട്ട് ഞാനിത് ഫുള്ള് പൊട്ടിക്കുന്നത്. ലാസ്റ്റ് ആ ഒരു പിക്കാക്സ് പൊട്ടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആക്സ് അല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അത് പൊട്ടിച്ചതിന് ശേഷം അവിടെ ഇതുപോലത്തെ ഒരു മറ്റേ സ്റ്റോൺ ബ്രിക്ക് വെച്ച് കൊടുത്തു. ദെൻ അതിന് മുകളിലായിട്ട് നമ്മൾ ഫെൻസ് വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 ബ്ലോക്ക് ഹൈയിൽ ഫെൻസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ട്രാപ്പ് ഡോർ വെക്കണം. അതാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഞാൻ ചുമ്മാ എൻ്റെ മൈൻഡിന് തോന്നിയത് അപ്പം അങ്ങ് ചെയ്ത് ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മളിത് ഇതുപോലെ വെച്ചതിന് ശേഷം മണ്ടയിൽ ട്രാപ്പ് ഡോർ വെക്കുകയാണ്. സാധാ ഓക്കിൻ്റെ ട്രാപ്പ് ഡോർ തന്നെയാണ് എടുത്തേക്കുന്നത്. അതെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കണം. ആൻഡ് 2 സൈഡിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നടുക്ക് വെക്കുന്ന സമയത്ത് ഇതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ സിറ്റ് ആക്കിയിട്ട് വേണം അത് വെക്കാനായിട്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളത് ഫുൾ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ പൊട്ടിച്ചെടുത്ത ലോഗ് ഉണ്ടല്ലോ, അത് ഈ ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്ത് വെച്ചെടുത്തു. അപ്പോൾ കുറച്ചുകൂടെ ലാഭമായി. പിന്നെ ഈ നടുക്ക വെക്കാനായിട്ട് ഞാൻ ഓക്ക് ലീവ്സാണ് എടുത്തത്. ഇതൊക്കെ ചുമ്മാ ചെയ്തതാണ് കേസ്. വലിയ രസമൊന്നും ഇല്ലെങ്കിലും വലിയ പണിയൊന്നും എടുക്കാതെ അത്യാവശ്യം കൊള്ളാം, ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ഈ ഒരു സൈഡിലും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലോഗ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുത്തെയും ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാനൊരു 4 ബ്ലോക്ക് സ്പേസ് ഇട്ടിട്ടാണ് 4 ബ്ലോക്ക് വെച്ചിട്ട്
നടുക്ക് സ്പേസ് വിട്ടു. ദെൻ നമ്മൾ ആ ഒരു സ്പേസ് വിട്ട ഭാഗത്ത് നമ്മുടെ ഈ ഒരു സ്റ്റോണിൻ്റെ ബ്രിക്ക് വെച്ച് കൊടുക്കണം 2 സൈഡിൽ. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഫെൻസ് ഒരു 2 ബ്ലോക്ക് ഹൈ വെച്ചിട്ട് അതിന് മുകളിൽ ട്രാപ്പ് ഡോർ വെക്കും. അതായത് നമ്മൾ മുമ്പ് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, പക്ഷെ കുറച്ചും കൂടി വലിയതായിന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ അതേ സെയിം പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. സോ ഞാൻ എന്തായാലും ചെയ്യട്ടെ. അപ്പോൾ ഫൈനലി നമ്മളിതാ ഈ 2 സൈഡിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ 2 സൈഡിൽ നിന്നും കിട്ടിയ അല്ല നമുക്കിപ്പോൾ കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ വുഡ്, ആ വുഡ് നമുക്കിനി നമ്മുടെ അപ്പുറത്തെ സ്ഥലത്ത് വെച്ച് കൊടുക്കണം. അതാണ് നമുക്കിനി ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ നടുക്ക് ഈ ഒരു ഇതും കൂടെ വെച്ചു കേട്ടോ, അതും കൂടെ കുറയ്ക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ലീവ്സൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കൊള്ളാം. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 3ാമത്തെ സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിലും കൂടി ഇത് സെയിം സംഭവം തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രസം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബ്രിക്ക് വെച്ചു, ദെൻ അതിന് മുകളിൽ ഫെൻസ് വെച്ചു, അതിന് മുകളിൽ നമ്മുടെ ട്രാപ്പ് ഡോറും വെച്ചു. അങ്ങനെ അത്രയും സെറ്റാക്കി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫാമിൻ്റെ പകുതി പണി കഴിഞ്ഞു. സോ സ്പീഡിൽ സംസാരിച്ചിട്ട് എനിക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സെറ്റാക്കി, 3 സൈഡിലും സെറ്റാക്കി. എന്തൊക്കെയൊക്കെയോ രസമുണ്ട് തോന്നുന്നത്. ഞാൻ എവിടെയൊക്കെയോ കണ്ടൊരു ഫീൽ ഇട്ടിട്ടോ, അത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും ചിലപ്പോൾ, ഇതൊക്കെ എവിടെയോ കണ്ട മാതിരി. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഗൈസ്, ഞാനിതൊക്കെ ചുമ്മാ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സൈഡിലെല്ലാം വാൾ വെച്ച് കൊടുത്തു. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിതിൻ്റെ മുകളിൽ നമ്മുടെ ലാൻഡേൺ ഉണ്ടല്ലോ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതൊരു ഡീറ്റെയിലിങ്ങും ആവും, ഡെക്കറേഷനും ആവും, കളർഫുള്ളും ആവും, എല്ലാം ആവും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും സെറ്റാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറച്ച് നമുക്ക് ഈ നടണമല്ലോ സാധനം, നമ്മൾ ഇത്രയും പണിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് ഞാൻ ഇതിനെ 2ആക്കി ഭാഗിച്ചിട്ട് ഒരു സൈഡിൽ മെലണും ഒരു സൈഡിൽ പംകിനും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇത് നടുക്ക് സെക്ഷനൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്ഥലം കുഴിക്കുകയാണ്. കുഴിച്ചതിന് ശേഷം ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്കിലൊക്കെ ആ സാധനം നടാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ സോറി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഭയങ്കര ഷോർട്ട് വീഡിയോ ആണ്, കാരണം വലിയ ബിൽഡൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ എനിക്ക് ശ്വാസം വിട്ട് സംസാരിക്കാനുള്ളൊരു സ്പേസ് കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ച് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനമൊക്കെ നടാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും സൈഡിൽ വെള്ളം ഒഴിച്ച് സെറ്റാക്കി, അതേ സെയിം തന്നെ നമുക്ക് അപ്പുറത്തും ചെയ്യാനുണ്ട്. അപ്പോൾ ഫൈനലി നമുക്കിനി ഫുള്ള് ടിലിറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഫുള്ള് ടിലിറ്റ് ചെയ്യാം. അപ്പോൾ ഹോയ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ടിലിറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് നടാനുള്ള പരുവാകും ഗൈസ്. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റാക്കി, ഫുള്ള് ലാൻഡോണൊക്കെ വെച്ചു. പിന്നെ കുറച്ച് സ്പേസ് കുറവാന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇതേപോലെ ഞാൻ ഫുള്ള് കുറച്ചും കൂടി സ്പേസൊക്കെ ആക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ കൊള്ളാമെന്ന് തോന്നുന്നു. ആൻഡ് ഇനി നമുക്ക് വേഗം നമ്മുടെ മെലണിനെയും അതുപോലെ തന്നെ നമ്മുടെ പംകിനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം ഗൈസ്. അപ്പോൾ ഈ മെലണൊക്കെ നമുക്ക് പൊട്ടിച്ചതിന് ശേഷം ഇതെടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കഴിക്കുകയും കൂടെ ചെയ്യാം ഗൈസ്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യിക്കുന്ന ഈ ഒരു മെലണാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിനി ഒരു സീഡും കൂടി എടുത്തേക്കണം. സീഡും കൂടി എടുത്തേക്ക് നമുക്ക് അവിടെ കൊണ്ടുപോയി നടണം. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമുക്ക് പോവാം ഗൈസ്. എൻ്റെ കുറച്ച് മെലൺ സീഡും കൂടി ഇരിപ്പുണ്ട്. നമ്മുടെ ആ ഒരു സോംബി സ്പോണറിൻ്റെ അവിടെ പോയപ്പോൾ നമുക്ക് കിട്ടിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ഉപകാരങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് മെലൺ നട്ടു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ മെലണിൻ്റെ സീഡ് കുറച്ചേ ഉള്ളൂ. സോ ഉള്ള സീഡ് ഞാനങ്ങ് നട്ടു കൊടുക്കുകയാണ്. ദെൻ ഇതിനകത്തുനിന്ന് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇനിയും കൂട്ടാലോ. അപ്പോൾ നമ്മൾ മെലൺ സീഡ് നട്ടു കൊടുത്തു. അതേ സെയിം തന്നെ നമുക്കിനി പംകിൻ സീഡും കൂടെ നടാം. അപ്പോൾ ഗായ്സ് നമ്മുടെ പംകിൻ സീഡ് എടുക്കാൻ വേണ്ടി പോയാണ് കേട്ടോ. ഇതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഈ വേൾഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഈ പംകിൻ നട്ടിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് എടുക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇതിൽ എന്ത് ബിൽഡ് ചെയ്യുമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഓരോ ദിവസം കഴിയുന്തോറും എനിക്കിനി എന്ത് ബിൽഡ് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ബിൽഡ് ചെയ്തിട്ടും ഇല്ല. നമുക്കിനി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ്. ഏകദേശം ഒരു 30-40ഓളം അല്ലെങ്കിൽ 50 എപ്പിസോഡ് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അവിടെ വരെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ മെലൺ സീഡ് എടുത്തിട്ടുണ്ട്. മെലൺ സീഡ് ഒത്തിരി കിട്ടി കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ ഫുള്ള് നടുന്നുണ്ട്.
അതുകൊണ്ട് നട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്ത് കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അങ്ങോട്ടേക്കൊരു വഴി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ ബിൽഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു 2-3 ദിവസം കൊണ്ട് എൻ്റെ വേൾഡ് ഒരുപാട് മാറി കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ ബിൽഡ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന ആ ഒരു വൈബ് തന്നെ എനിക്ക് അവിടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോഴും കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മൈൻക്രാഫ്റ്റ് വേൾഡിനെ ആക്കി എടുക്കുന്നത്. വീടൊക്കെ പണിയും നല്ലതല്ലാതെ ഇത്രയും സെറ്റാക്കിയിട്ടില്ല കേസ്. ഓക്കെ, അപ്പോൾ സന്തോഷം മാത്രം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ബൈ.